ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. രാജ്യത്ത് ആദ്യമായി MLAയുടെ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നവീകരണ പ്രവർത്തി നടത്തിയ താനൂർ റെയിൽവേ സ്റ്റേഷൻ ഞായറാഴ്ച വൈകിട്ട് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ജനകീയമായി നാടിന് സമർപ്പിക്കും. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടലിനെ തുടർന്നാണ് തീർത്തും അവഗണിച്ചു കിടന്നിരുന്ന റെയിൽവേ സ്റ്റേഷൻ മാതൃകാ റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് താനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖം മിനുക്കിക്കൊണ്ടിരിക്കുന്നത്. 1.5 കോടി രൂപ ചെലവിലാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തി നടത്തുന്നത്. സ്റ്റേഷന്റെ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ച് പുതുക്കി നിർമ്മിച്ചു. പുതിയ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്, കാത്തിരിപ്പ് കേന്ദ്രം, ടോയ്ലറ്റ് കോംപ്ലക്സ്, 1ാം പ്ലാറ്റ്ഫോം, മേൽക്കൂര, പ്ലാറ്റ്ഫോമിൽ വിപുലമായ ഇരിപ്പിട സൗകര്യം, മിനിബസ് ഉൾപ്പെടെ വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉൾപ്പെടുന്ന ബൃഹത് പദ്ധതികളാണ് LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയത്. ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട തിരൂർ ബേപ്പൂർ പാതയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് താനൂർ. എന്നാൽ അസൗകര്യങ്ങളുടെ പാളത്തിലായിരുന്നു താനൂർ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്. രാജ്യത്ത് ആദ്യമായാണ് MLAയുടെ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടലിനെ തുടർന്നാണ് അവഗണിച്ചു കിടന്നിരുന്ന റെയിൽവേ സ്റ്റേഷൻ മാതൃക റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റിയത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്ന താനൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തി കഴിയുന്നതോടെ വലിയ മാറ്റം തീർക്കും. ഞായറാഴ്ച വൈകിട്ട് 5:30 മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ജനകീയമായി റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. കഴിഞ്ഞ ഒരു 50 വർഷത്തോളമായി ഈ ഒരു ആവശ്യം ഉന്നയിച്ച് അവിടുത്തെ ജനപ്രതിനിധികളെ സമീപിച്ചതാണ്. പക്ഷേ താനൂരിൽ തന്നെ പല പാർട്ടികളുടെ റെയിൽവേ സഹമന്ത്രി വരെ ഉണ്ടായിട്ടുള്ളൊരു സമയമുണ്ടായിരുന്നു നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പക്ഷേ അവരൊന്നും പരിഗണിക്കാത്ത ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സമയത്ത് ഇത് ഏറ്റെടുക്കുകയും ഇന്നത് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ നമുക്ക് സമയം ലഭ്യമായിട്ടില്ല. ഇന്നിപ്പോൾ അതുകൂടി നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്നുള്ളത് താനൂരിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2013 എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചതിന് ശേഷം മറ്റു ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാനുള്ള ഇടപെടൽ കൂടി നടത്തണമെന്ന ആവശ്യം നാട്ടുകാരിൽ ഉയർന്നിട്ടുണ്ട്.